ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാൾ കൂട്ടിയിട്ടാണ് ഞാനിന്നൊരു വീഡിയോ ചെയ്യുന്നത്. സോ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ദുബായിൽ ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഹോട്ട് സീസണാണ്. സോ അങ്ങനെയൊക്കെ പോകുന്നു. അപ്പം ഞാനിന്ന് മെയിൻലി ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്നത് നമ്മുടെ എല്ലാവരും ഇപ്പോഴത്തെ ഭയങ്കര കത്തി നിൽക്കുന്ന ഒരു പ്രോഗ്രാമിൻ്റെ റിവ്യൂസും കാര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും ഒക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തി എല്ലാ വ്ലോഗേഴ്സും എല്ലാ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരും വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് എനിക്കിട്ടൂടാ എന്നുള്ളൊരു തോട്ട് മനസ്സിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. വേറൊന്നുമല്ല, ഞാൻ നമ്മുടെ ബിഗ് ബോസ് ഷോനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. മേ ബി എല്ലാവർക്കും കേട്ട് ബോറടിച്ചിട്ടുണ്ടാവാം. സോ എനിക്ക് തോന്നിയ കാര്യങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, എന്താണ് അവിടെ നടക്കുന്നത്? യൂഷ്വലി ഞാൻ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്ത സീസൺ 1 മുതൽ സീസൺ 5 വരെ കണ്ടിന്യൂസ്ലി നോൺ സ്റ്റോപ്പായിട്ട് കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാനൊരു പക്ക ബിഗ് ബോസ് പ്രേക്ഷക തന്നെയായിരുന്നു. സോ ആഫ്റ്റർ ദാറ്റ് സീസൺ 6 സ്റ്റാർട്ട് ചെയ്തൊരു ഫസ്റ്റ് എപ്പിസോഡ് മുതൽ അവിടെ വഴക്കും, ലൈക്ക് നമ്മൾ നോർമലി ബിഗ് ബോസൊക്കെ കാണുമ്പോൾ അതിൽ ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ തന്നെ എല്ലാവരും അവരുടെ പേര് പറഞ്ഞ് ലൈക്ക് പരിചയപ്പെടുത്തി അവരുടെ ഫാമിലി കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് തുടങ്ങുന്നത്. ബട്ട് ഇത്തവണത്തെ ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ്ങിലേ ഫൈറ്റിംഗ് വഴിയാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. സോ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് എനിക്ക് തോന്നി. സോ അങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം തോന്നിയതുകൊണ്ട് എനിക്ക് ആദ്യം ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല ബിഗ് ബോസ് കാണാൻ. അപ്പോൾ അങ്ങനെയായിരുന്നു. പിന്നീട് ഞാൻ കുറേ വാർത്തകളും കാര്യങ്ങളും ഒക്കെ കണ്ടു തുടങ്ങിയപ്പോഴാണ് ഞാൻ പിന്നെയും ഇതേപോലെ ബിഗ് ബോസ് വീണ്ടും കാണാൻ തുടങ്ങിയത്. സോ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, ലൈക്ക് എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന 2 പേരാണ് ഗബ്രി ആൻഡ് ജാസ്മിൻ. സോ എനിക്ക് പേഴ്സണലി തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്ന ആദ്യത്തെ ഫസ്റ്റ് കപ്പിളല്ല അവർ എനിക്ക് തോന്നുന്നു ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതും ഒക്കെ ഒരു തെറ്റായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു ഫ്രണ്ട്സും ഹഗ് ചെയ്യുന്നവരുണ്ട്, കിസ് ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് സോറി ഗൈസ്, വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നതിൽ ക്ഷമിക്കണം. ഇവിടെ ഭയങ്കര പണി നടക്കുകയാണ് ബിൽഡിങ്ങിൽ, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്ത് വീഡിയോ എടുക്കേണ്ടി വരുന്നത്. സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ഫ്രണ്ട്സുണ്ട്, അവരും ഹഗ് ചെയ്ത് നടക്കുന്നവരുണ്ട്, കിസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാൻ മലയാളിയാണെങ്കിലും ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ കർണാടകയിലാണ്. സോ അവിടെ എന്ന് പറയുന്നത് സെയിം ജെൻഡറിലുള്ള ഫ്രണ്ട്സ് വളരെ കുറവാണ്. എല്ലാവരും ഓപ്പോസിറ്റ് ജെൻഡർ ഫ്രണ്ട്സും. എനിക്കും ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് ഉള്ളത് ബോയ്സാണ്. ഞാൻ അവരുടെ കൈ പിടിച്ച് നടക്കാറുണ്ട്, അവരെ ഹഗ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് എ കോമൺ ഫാക്ട്. അതേപോലെ അവർ കപ്പിളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഇത് നടക്കുന്ന കാര്യം തന്നെയാണ്. അത് എത്ര വലിയ അരോചകമാണ്, മോശമാണ്, വൃത്തികെട്ടതാണെന്നൊന്നും എല്ലാവരും പറയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടില്ല, ടു ബി ഫ്രാങ്ക്. പിന്നെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പം നിങ്ങൾക്കൊരു 10-20 ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ചിലപ്പോൾ ആ ഫ്രണ്ട്സിൽ ആ 20 പേരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാവണമെന്നില്ല, നിങ്ങൾക്ക് ക്ലോസ്ഡ് വൺ ആവണമെന്നില്ല, ഒരിക്കലുമില്ല. പക്ഷേ ആ ഒരു ഫ്രണ്ട്സിലെ ഗ്യാങ്ങിൽ ഒരാൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടാവാം, നിങ്ങളുമായിട്ട് ഈസി ആയിട്ട് നിങ്ങളെ കൺവേ ചെയ്യുന്നുണ്ടാവാം. സോ ആ ആളോട് നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റ് കൂടുതലായിരിക്കും. സോ അതേ അവിടെയും നടന്നിട്ടുള്ളൂ. ഇപ്പം എനിക്കും ഉണ്ടൊരു 10-12 പേരുടെ ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ അതിൽ എല്ലാ ഫ്രണ്ട്സും ഒരേപോലെ എല്ലാവരോടും സംസാരിച്ച് ലാലാല പറഞ്ഞ് നടക്കുന്നവരല്ല. അതിൽ ചില ആൾക്കാർക്ക് ചിലർ ഇമ്പോർട്ടൻ്റ് ആണ്, ചില ആൾക്കാർ അവരുടെ ഇമ്പോർട്ടൻ്റ് ആയവരുടെ അടുത്തേ പോയി ഇരിക്കാറുള്ളൂ. എന്നാൽ
നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട്, പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാറുണ്ട്, അങ്ങനെ ട്രിപ്പിന് വരാറുണ്ട്. സോ അങ്ങനെ എന്ന് വെച്ച് നമ്മളാരും അവരെ ഒഴിവാക്കുന്നില്ല. ചിലപ്പോൾ ഇത്രയും പേരുടെ ഗ്യാങ് ആകുമ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ വേറെ ആൾക്കുണ്ടാവാം. സോ അങ്ങനത്തെ കാര്യങ്ങളെ അവിടെ നടന്നിട്ടുള്ളൂ. അല്ലാണ്ട് എനിക്ക് എല്ലാവരും പറയുന്നത് പോലെ ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നില്ല. ഇപ്പം ജാസ്മിനിപ്പം ഗബ്രിയോടായിരിക്കും കുറച്ചും കൂടെ കണക്ഷൻ വന്നിട്ടുണ്ടാവുക. സോ ആ കുട്ടി ആളുടെ അടുത്ത് പോയിരിക്കുന്നു എന്ന് വെച്ചിട്ട് അവിടെ ഡെയിലി ടാസ്കിനോ അല്ലെങ്കിൽ ഗെയിംസിനോ ഒന്നും ആ കുട്ടി ജോയിൻ ചെയ്യാതിരുന്നിട്ടില്ല, മാറിയിരുന്നിട്ടില്ല. ചെയ്യേണ്ട പണികൾ ആ കുട്ടി ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ കണ്ടിട്ട് എനിക്കതാണ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ എനിക്ക് എല്ലാവരോടും ചോദിക്കാനുള്ളത് വേറൊരു കാര്യമാണ്. നേരത്തെ ഒരു സീസണിൽ ഉണ്ടായിരുന്ന ഒരു കപ്പിളാണ് പേളി ചേച്ചിയും ശ്രീനി ചേട്ടനും. എൻ്റെ പേഴ്സണലി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആൾക്കാരാണ് അവരെ എനിക്ക് ഇതിൽ മെൻഷൻ ചെയ്യേണ്ടി വരുന്നതിൽ എനിക്ക് സോറി തോന്നുന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, അവരുടെ സീസണിലും അവരും ഹഗ് ചെയ്യുന്നുണ്ടായിരുന്നു, അവരും ഒരു മൂലയ്ക്ക് പോയിരുന്നു കിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എല്ലാ ആൾക്കാരും കുറ്റം പറയുന്ന സീസൺ 6 മാത്രമാണ്. വേറൊരു സീസണിലെ അവരിത്ര അരോചകമാണ്, മോശമാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അവർ കിസ് ചെയ്തപ്പോഴും അവർ ഹഗ് ചെയ്തപ്പോഴും ആ ഒരു സീസണിൽ നിങ്ങൾക്കത് മോശമായിട്ട് തോന്നിയില്ലേ? നിങ്ങളതിനെ എന്തുകൊണ്ട് പൊക്കി പിടിച്ചുകൊണ്ട് വന്നില്ല? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആൻഡ് വേറൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ സെയിം സീസണിൽ തന്നെ അർജുൻ ആൻഡ് ശ്രീതു അവർ തമ്മിലും ഒരു ലവ് ട്രാക്ക് അവിടെ നടക്കുന്നുണ്ട്. അവർ ആരും കാണുന്നില്ല എന്ന് വിശ്വസിച്ച് കൈപിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പല വീഡിയോസും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബ്സിലും ഒക്കെ കട്ടായിട്ട് കാണാവുന്നതുമാണ്. സോ ഇതിന് ആരും ഒന്നും പറയുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്കറിയില്ല, എനിക്ക് അങ്ങനെ ഒരു ഫീല് തോന്നി. സോ ലൈക്ക് whatever. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെയാണ്. പിന്നെ അതിൽ മെയിനായിട്ട് ഫസ്റ്റ് വരണം എന്ന് ആഗ്രഹിക്കുന്ന ആൾ ആരാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് ജാസ്മിൻ വരണമെന്ന് തന്നെയാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ വീട്ടിൽ എന്തോരം ആ കുട്ടി അനുഭവിച്ചു. ഒരുപാട് എല്ലാ ആൾക്കാരും ആ കുട്ടീനെ കോർണർ ചെയ്തു. ആ കുട്ടിക്ക് സംസാരിക്കാൻ ഒരാളില്ലാണ്ടായി. എല്ലാം ലിറ്ററലി ആ വീട്ടിലൊരു 19-18 പേരുണ്ടെങ്കിൽ ഗബ്രി ഒഴികെ ബാക്കി എല്ലാവരും ആ കുട്ടീനെ അവഹേളിച്ച്, ലൈക്ക് എന്തെങ്കിലും ഒരു ക്യാപ്റ്റനായിരുന്ന സമയത്താണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ ആരും എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സിമിൻ ആ കുട്ടീനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ജിൻഡോ, അങ്ങനെ എല്ലാവരും ആ കുട്ടീനെ ഒരു കോർണറിലാക്കി ഇരുത്തിയിട്ടും ആ കുട്ടി തളർന്നിട്ടില്ല. കരച്ചിൽ എപ്പോഴും എല്ലാ മനുഷ്യർക്കും വരുന്ന സാധനമാണ്. സങ്കടം വന്ന ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും കരയും, എല്ലാ മനുഷ്യരും കല്ലല്ല. സോ അപ്പാർട്ട് ഫ്രം ആ കുട്ടി കരയുന്നത് ഒഴിച്ചാൽ ആ കുട്ടി ഇപ്പോഴും സ്ട്രോങ് ആണ് അവിടെ. ആ കുട്ടിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആ കുട്ടി ഓപ്പണായിട്ട് എല്ലായിടത്തും, മുതൽ ആരേട്ടൻ്റെ അടുത്താണെങ്കിലും അവിടെ ഉള്ള ആൾക്കാരുടെ അടുത്താണെങ്കിലും നല്ല രീതിയിൽ ഒച്ച സ്വരത്തിൽ ആ കുട്ടി സംസാരിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇത്രയും കോർണർ ചെയ്യപ്പെട്ടിട്ടും ആ കുട്ടി ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ ഐ തിങ്ക് ഷീ ഈസ് ദ സ്ട്രോങ്കസ്റ്റ് വൺ ഇൻ ദാറ്റ് ക്യാമ്പ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ പേഴ്സണലി പറയുകയാണെങ്കിൽ ആ കുട്ടി ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ, ഞാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരു വീഡിയോ പോലും സ്കിപ്പ് ചെയ്യാതെ ഡെയിലി എപ്പോഴൊക്കെ ആ കുട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു അപ്പോഴൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന വ്യക്തി കൂടിയാണ്. ലിറ്ററലി ആ കുട്ടീനെ ഫോളോ ചെയ്തിരുന്ന വ്യക്തിയാണ് ഞാൻ. സോ എനിക്ക് തോന്നിയിട്ടുള്ളത്, ആ കൊച്ച് അവിടെ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പുറത്തും. കുട്ടിയുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്കറിയാമല്ലോ, എവിടെ ചെന്നാലും ലൈക്ക് ലിറ്ററലി ഞാൻ കുറേ നാളുകളായിട്ട് ആ കുട്ടീനെ സബ്സ്ക്രൈബ് ചെയ്ത് ആ കുട്ടിയുടെ വീഡിയോസും ലൈവും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ആ കുട്ടി പുറത്തെങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അവിടെയും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ആ കുട്ടിയുടെ മാരേജ് എൻഗേജ്മെൻറ്റ് ഇഷ്യൂസ് എല്ലാം ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് വന്നായിരുന്നു. സോ അതും ആ കുട്ടി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ആ കുട്ടിയുടെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതാണ്, പക്ഷേ ആ കുട്ടി സെപ്പറേറ്റഡ് ആണ്. അവർ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടായി, അവർ ആ ബന്ധം വേണ്ട എന്ന് വെച്ചതാണ്. ഓക്കെ,
സോ ഇപ്പോൾ ആ കുട്ടിയുടെ ലൈഫിൽ അങ്ങനെ ഒരാളില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ, പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള ലൈക്ക് അവർ മനുഷ്യൻ്റെ മനസ്സാണ്, ചാഞ്ചാടാം. ചിലപ്പോൾ അവർക്ക് വേറൊരാളോട് കൂടുതൽ കമ്പനി ആകുമ്പോൾ, കൂടുതൽ അറ്റാച്ച്ഡ് ആകുമ്പോൾ അവർക്ക് ചിലപ്പം സ്നേഹവും ചിലപ്പം അത് ലവ് പ്രേമമായിട്ട് മാറാം. അത് ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ലോകത്ത് ഓൾറെഡി ഒരു റിലേഷൻ ഉണ്ടായിട്ട് വേറൊരാളോട് അറ്റാച്ച്മെൻറ്റ് തോന്നി ആ ആളുടെ പുറകെ പോകുന്ന ആദ്യത്തെ വ്യക്തിയുമല്ല ജാസ്മിൻ. എൻ്റെ അറിവിൽ തന്നെ ഇവിടെ 5, 6, 7, 8 അതും ഒരേ ടൈമിൽ തന്നെ 5, 6, 7, 8 വരെ റിലേഷൻഷിപ്പിലാക്കി കൊണ്ടു നടക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ അതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് ആദ്യമായിട്ട് എല്ലാവരും കാണുന്നതൊന്നും അല്ല. ഇപ്പോൾ ഈ എല്ലാവരും പറയുന്ന പോലെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കാര്യങ്ങൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത് ആദ്യത്തെ ലോകത്ത് നടക്കുന്ന ഫസ്റ്റ് സംഭവമായിട്ട് എനിക്ക് തോന്നണില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനെ ഭയങ്കര വൾഗറായിട്ട് റിയാക്ട് ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല, ടു ബി ഫ്രാങ്ക്. ഓക്കെ, സോ പിന്നീട് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ തമ്മിൽ അവിടെ നടക്കുമ്പോൾ തന്നെ ആർക്കും അവരെ ഇഷ്ടമല്ലായിരുന്നു. ഇപ്പം ഗബ്രി ഔട്ടായി കഴിഞ്ഞതിന് ശേഷം അവിടെ സിജോയും അർജുനാണോ എന്ന് റിമെമ്പർ. സിജോ പറയുന്നൊരു ഡയലോഗുണ്ട്, ജാസ്മിൻ കാരണമാണ് ഗബ്രി ഔട്ടായത്, അല്ലെങ്കിൽ ഗബ്രി ഔട്ടാകില്ലായിരുന്നു. അതിൻ്റെ ആ ഒരു സംസാരത്തിൻ്റെ അർത്ഥം ലൈക്ക് അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ജാസ്മിൻ അവർ തമ്മിൽ ഒന്നിച്ചായിരുന്നു എപ്പോഴും. അത് ഗബ്രിയുടെ ചോയ്സാണ് ജാസ്മിൻ്റെ കൂടെ ഇരിക്കുക, ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഗബ്രിയുടെ ചോയ്സ് മാത്രമാണ്. അപ്പോൾ ആ ആൾ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആ ആൾക്ക് മാത്രമാണ്. അല്ലാണ്ട് ബാക്കിയുള്ളവർ ജാസ്മിൻ കാരണമാണ് പുറത്ത് പോയി എന്ന് പറയുന്നതിൻ്റെ അതെനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി. കാരണം എനിക്കൊന്നും എൻ്റെ അറിവിൽ ഗബ്രി ഇതുവരെ എവിക്ഷനിൽ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ്, ഇപ്പോൾ 50-55 ദിവസം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈമാണ് ആ കുട്ടി ആ വ്യക്തി എവിക്ഷനിൽ വരുന്നത്. സോ ആൾ എവിക്റ്റായി പോയതിൽ എന്താണ് പ്രശ്നം എന്നെനിക്ക്. പിന്നെ ഇതിന് മുമ്പുള്ള ബിഗ് ബോസിലും ഇപ്പോഴുള്ള ബിഗ് ബോസിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് എവിക്റ്റായി പോയിട്ടുമുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് ഗബ്രി ഈസ് എ വീക്ക് കണ്ടസ്റ്റൻറ്റ്. എല്ലായിടത്തും ഗബ്രിയുടെ സ്വരം ഉയർത്തിയിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തതിൻ്റെ അടുത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്, സൈലൻ്റ് ആയിട്ട് ഇരിക്കേണ്ട അടുത്ത് സൈലൻ്റ് ആയിട്ടുണ്ട്. സോ ഐ ഡോണ്ട് തിങ്ക് സോ ഗബ്രി ഒരു ബാഡ് പ്ലെയർ ആണെന്ന്. പിന്നെ എല്ലാവരും പറയുന്ന പോലെ മേ ബി അവരുടെ ചോയ്സ് ആയിരിക്കാം ഗബ്രിനെ പുറത്താക്കുക എന്നുള്ളത്. പിന്നീട് എനിക്ക് പറയാനുള്ളത് അഖിൽ മാരാറിനെ കുറിച്ചാണ്. അഖിൽ മാരാറുടെ കുറേ വീഡിയോസും ലൈവും ഒക്കെ ഇപ്പം ഭയങ്കര കത്തിരിച്ച് വരച്ച് നിൽക്കുവാണല്ലോ. സോ അഖിൽ മാരാർ എന്ന വ്യക്തിനെ ആദ്യം സീസൺ 5 എനിക്ക് സത്യം പറഞ്ഞാൽ അഖിൽ മാരാറിനെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ടു ബി ഫ്രാങ്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നൊരു 2-3 വീക്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അഖിൽ മാരാറോട് ഒരു പേഴ്സണൽ ഇഷ്ടം തോന്നിയത്. അതായത് ആ ഗ്യാങ്ങിൽ തന്നെ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ട് മാറിയത് കുറച്ച് കഴിഞ്ഞിട്ടാണ് അഖിൽ മാരാറ്. കാരണം പുള്ളി പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റാണ്. പുള്ളി ഉള്ള കാര്യമേ പറയാറുള്ളൂ, അത്ര സ്ട്രോങ് അണ്ടർസ്റ്റാൻഡാണ്. പിന്നെ പുള്ളിക്കാരൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പുള്ളി ഒരു റോങ് ആയിട്ടുള്ള ആളാണ് അല്ലെങ്കിൽ പുള്ളി ഭയങ്കര മോശമാണെന്നൊന്നുമല്ല. ഐ റെസ്പെക്റ്റ് അഖിൽ മാരാർ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഖിൽ മാരാറിനെ. അഖിൽ മാരാർ പറയുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യം എനിക്കറിയത്തില്ല. സോ എനിക്ക് അപ്പോൾ ഈയിടെ വന്നൊരു ലൈവിൽ അഖിൽ മാരാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിഗ് ബോസ് ലേഡീസ് കണ്ടസ്റ്റൻസിന്, അതായത് അവർ പറയുന്നത് പോലെ ഇപ്പം ചിലപ്പോൾ അവർ ഓൾറെഡി ഇന്നായിട്ടുണ്ടാവാം, പക്ഷെ പുറത്തുള്ള ആൾക്കാർക്ക് അറിയില്ല എന്താണോ അല്ലയോ എന്നുള്ളത് അവർക്കറിയില്ലല്ലോ. അപ്പോൾ ഇതേപോലെ കിടന്നു കൊടുക്കണം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളെ ഇന്നാക്കാം എന്നുള്ള രീതിയിലൊക്കെ അഖിൽ മാരാരോട് വേറെ പല
സീസണിലുള്ള കണ്ടസ്റ്റൻസ് മെസ്സേജ് അയച്ച് പറഞ്ഞ് ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം ഈ ഇടയ്ക്ക് അഖിൽമാരാരുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് തെളിവാണ്. എനിക്ക് അഖിൽമാരാർക്കല്ല അത് സംഭവിച്ചത്. ഇപ്പോൾ എനിക്കൊരു മോശം അനുഭവം ഉണ്ടായി, അത് കംപ്ലയിൻറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ എനിക്കത് പുറത്ത് വിടണമെന്ന് തോന്നിയാലല്ലേ ഞാൻ തെളിവ് കൊണ്ട് വരുള്ളൂ. ഇതിപ്പോൾ അഖിൽമാരാറിനല്ല അത് പറ്റിയത്, അഖിൽമാരോട് പറഞ്ഞ ഒരാൾക്കാണ് അത് പറ്റിയത്. അപ്പോൾ ആ പറഞ്ഞ ആൾക്ക് കംപ്ലയിൻ്റ് ഇല്ല എങ്കിൽ പിന്നെ എന്തിനാ അഖിൽമാരാർ അതിന് ശ്രമിക്കണം? അത് പുള്ളി പറഞ്ഞത് റൈറ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അവർ പറയുവാണ് അത് ഞങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യണം, എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നി, ഇനി അവിടെ വേറൊരാൾക്ക് ഇങ്ങനൊരു അനുഭവം വരരുത് എന്നൊക്കെയുള്ളൊരു തോട്ടുള്ള ആളാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് അത് പ്രൊസീഡ് ചെയ്യാം. പക്ഷേ അഖിൽമാരാർക്കല്ലാതെ സംഭവിച്ചത് പുറത്തുള്ള ആൾക്കാണ്. അവർക്കത് കംപ്ലയിൻറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്താണ് പ്രശ്നം? നാട്ടുകാരുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ലൈക്ക് ബിഗ് ബോസിൻ്റെ ഒരു മെയിൻ സംഭവം എന്താണ്, അഖിൽമാരാർക്ക് പുറത്ത് കൊണ്ടുവരണം എന്ന് തോന്നി ബിഗ് ബോസ് എന്നുള്ളൊരു പ്രോഗ്രാമിൻ്റെ ബാക്കിൽ നടക്കുന്ന സംഭവം എന്താണെന്ന് കൊണ്ടുവന്നു, അത്രേ ഉള്ളൂ. അത് സിബിനിലൂടെ ആണെങ്കിലും വന്നു, അത്രേ ഉള്ളൂ, ലീവ് ഇറ്റ്. അല്ലാണ്ട് അവർക്കാണ് സംഭവിച്ചത്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം അവരിൽ ആർക്കെങ്കിലും സംഭവിച്ചപ്പോൾ ബാക്കിയുള്ളവർക്ക് എന്താണ്, നാട്ടുകാർക്ക് എന്താണെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം അതൊക്കെ അവരുടെ പേഴ്സണൽ ലൈഫാണ്, അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്. അറിഞ്ഞിട്ടിപ്പോൾ എന്തിനും. ഇപ്പോൾ സപ്പോസ് ആ ബിഗ് ബോസിലുള്ള എക്സ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് എന്ത് സംഭവിച്ചു, ഓക്കെ, നിങ്ങളത് അറിഞ്ഞു, എന്നിട്ട് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫുണ്ട്, അവർ ആ വഴി വിട്ടേക്കും. ദാറ്റ്സ് മൈ റിക്വസ്റ്റ്. എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. സോ ഇനിയെങ്കിലും ആൾക്കാർ കുറച്ചും കൂടെ ശ്രദ്ധിക്കണം, കുറച്ചും കൂടെ മെച്യൂർഡ് ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് ഇതൊക്കെ ഭയങ്കര യൂസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ കാര്യങ്ങൾ അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. പക്ഷേ ഒരുപാട് അങ്ങോട്ട് പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് അങ്ങനെ ഇങ്ങനെ നമുക്ക് ചോദിക്കുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല. ഞാൻ അതുകൊണ്ട് പറഞ്ഞ അഭിപ്രായങ്ങൾ പറയാം, പക്ഷേ അതിനപ്പുറത്തേക്ക് പോകുന്നതിനോട് എനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നി. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പിന്നെ എല്ലാവരും വെറുതെ ലാലേട്ടനെ പഞ്ഞിക്കിടുന്നുണ്ട്, എനിക്കറിയത്തില്ല. ബിക്കോസ് ആ പുള്ളിക്ക് ഇതിലൊരു റോളുമില്ല. ഞാൻ ഡിംപിളിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഒന്നുമില്ലെങ്കിലും ഹോസ്റ്റാണ്, ആ ഒരു പ്രോഗ്രാമിൻ്റെ ആങ്കറാണ്, അല്ലെങ്കിൽ ഒരു ഹോസ്റ്റാണ്. അവർ പറയുന്ന കാര്യങ്ങൾ, ലാലേട്ടനോട് പറയുന്ന കാര്യങ്ങൾ ലാലേട്ടനോട് വന്ന് പറയുന്നു, അല്ലാണ്ട് പുള്ളിയുടെ ഇഷ്ടത്തിനല്ല പുള്ളിയൊന്നും ചെയ്യുന്നത്. അപ്പോൾ ലാലേട്ടനെ കുറേ ആൾക്കാർ കുറ്റം പറയുന്നു, അങ്ങനെ മോശം രീതിയിൽ ചിത്രീകരിക്കുന്നത് ഞാൻ കണ്ടു. സോ അതൊക്കെ യൂസ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് അത് പുള്ളിക്കാരന് അവർ പറയുന്നു, പുള്ളിക്കാരൻ അതിന് കാശ് മേടിക്കുന്നുണ്ട്, പുള്ളിക്കാരൻ ഒരു ജോലിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആ പാവം മനുഷ്യനെ ഇത്രയും ക്രൂശിക്കേണ്ട ആവശ്യമില്ല എന്നും കൂടെ എനിക്ക് തോന്നി. പിന്നെ കമ്മിങ് ബാക്ക് ടു സീസൺ 6, പിന്നെ എനിക്ക് അതിൽ നല്ല വ്യക്തിയായിട്ട് തോന്നുന്നത് നോറ. കുഴപ്പമില്ല, പക്ഷേ വല്ലാണ്ടങ്ങ് വായന തലപ്രയാവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ജിൻഡോയും പ്രശ്നമല്ല, പക്ഷെ ഒരുമാതിരി പൊട്ടം കളിയാണ് പുള്ളി. സോ അതൊക്കെ ഒന്ന് ഒഴിവാക്കി വെച്ച് കഴിഞ്ഞാൽ ഈസ് ഓക്കെ. സോ ടോപ്പ് 5 ആർക്ക് വരണം എന്നാണ് തോന്നുന്നത്. ഒബ്വിയസ്ലി ജാസ്മിൻ, ജിൻഡോ, നൂറ, ശ്രീതു കളിക്കുന്നുണ്ട്, ശ്രീതു നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ശ്രീതു ഈസ് ഓക്കെ, ആൻഡ് സിജു. ഇവർ ഇത്രയും പേര് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കതിൽ കുറച്ചും കൂടെ നല്ല രീതിയിൽ തോന്നിയിട്ടുള്ളത് അവരാണ്. സോ ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല, ഞാൻ എൻ്റെ ചോയ്സ് മാത്രമാണ് പറഞ്ഞത്. സോ അങ്ങനെ പിന്നെന്തുവാ, ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് പറയാനായിട്ട്. പിന്നെ സിബിൻ്റെ കാര്യം അഖിൽമാരോട് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി. പുള്ളിക്ക് വയ്യ, പുള്ളി ഓഫ് കോഴ്സ് അവിടെ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു, എനിക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവിടെ സൈക്യാട്രിസ്റ്റിനെ കാണാൻ പോയപ്പോൾ പുള്ളി നല്ല ഈസി ബീസി ആയിട്ട് സംസാരിച്ച് പിന്നെ ഞാൻ കളിച്ചോളാം എന്ന് പറഞ്ഞ് തിരിച്ച് വന്നിട്ട് ഡോക്ടർ പറഞ്ഞതിൻ്റെ പേരിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. ദാറ്റ്സ് നോട്ട് ഫെയർ. ഇങ്ങനെ ഒരു ഫേക്ക് പ്രോഗ്രാം ആണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഷുഡ് നോട്ട് ബി കണ്ടിന്യൂഡ്. സോ അതിലെനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഓഫ് കോഴ്സ് ഇവനും ഒരു നല്ല പ്ലെയർ ആയിരുന്നു, പക്ഷെ എവിടെയോ ചില
തകരാറുകൾ പറ്റി. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇതൊക്കെ ആ ഒരു സെൻസിലെടുക്കാം, അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ബിഗ് ബോസ് കാരണം ഇപ്പോൾ ലോകം മൊത്തം ബിഗ് ബോസ് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. സോ എനിവേ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കുറേ നാൾ ഞാൻ കുറിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയണം എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ട് പറഞ്ഞതാണ്. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഫെയറായിട്ട് കളിക്കുക, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കി നിൽക്കാതെ. കപ്പടിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നിങ്ങൾ പോയതെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കുക, എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. സോ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഒന്നുമില്ല, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.